കണക്ക് കൂട്ടിയതുപോലെ നമ്മൾ ബാലചന്ദ്രന്റെ വീട്ടിലെത്തി. നമ്മൾ പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിൽ ഇവിടെ താമസമാക്കുകയും ചെയ്തു. ഇനി ഓരോ നീക്കവും സൂക്ഷ്മതയോടെ വേണം. ഈ വീട്ടിൽ നിന്നും പച്ചവെള്ളം പോലും കുടിക്കില്ല നമ്മ പറഞ്ഞതിൽ എവിടെയോ ഒരു സംശയം വിടിയിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്ക്. നമുക്ക് ലക്ഷ്യം നേടിയെടുക്കണമെങ്കിലും ഇവിടെ ഉള്ള ഒരാൾക്കും നമ്മുടെ മേലൊരു സംശയം തോന്നാൻ പാടില്ല. അതെനിക്കും അറിയാം പരമേശ്വര. പക്ഷേ എന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാരനായവന്റെ വീട്ടിൽ നിന്നും പച്ചവെള്ളം കുടിച്ചാൽ പോലും അത് എന്റെ തൊണ്ട പൊള്ളിക്കും. ഞാൻ വീരഭദ്രന്റെ ഭാര്യയാ. അയാൾക്കുണ്ടായിരുന്ന അതേ അന്തസ്സും വീറും വാശിയും എനിക്കുമുണ്ട്. പറ്റില്ല മോനെ. ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ച ഞാൻ നിന്റെ അച്ഛന്റെ ആത്മാവിനോട് ചെയ്യുന്ന ചതിയായിപ്പോ. ബാലചന്ദ്രനെ എന്റെ കൺമുന്നിൽ കണ്ടപ്പോ അവൻ പഴയ ബാലചന്ദ്രൻ തന്നെയാണെന്ന് എന്റെ ഉള്ളിൽ ബോധ്യമായപ്പോ എന്റെ മനസ്സിലൂടെ കടന്നുപോയ ചില ചിത്രങ്ങളുണ്ട്. ഞാൻ അവനെ മടിയിലിരുത്തി ഭക്ഷണം കൊടുത്ത നിമിഷങ്ങൾ, അവനെ താരാട്ടുപാടി ഉറക്കിയ ദിവസങ്ങൾ, പിന്നെ കൺമുന്നിലെത്തിയത് കത്തിയെരിയുന്ന വീട്ടിൽ നിന്ന് നിന്നെയും നിന്റെ പെങ്ങളെയും കൈ പിടിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാ. ബാലചന്ദ്രൻ നിന്റെ അച്ഛനെ ഒറ്റി. നാട്ടുകാർ ചേർന്ന് നമ്മുടെ വീടിന് തീയിട്ടപ്പോ പിറ്റേ ദിവസം നിന്റെ അച്ഛൻ തൂങ്ങി മരിച്ചു നിന്ന നിമിഷം വരെ എനിക്ക് തെറ്റിയ ഹൃദയത്തിന്റെ ഒരു താളമിടിപ്പുണ്ട്. അത് ക്രമപ്പെടണമെങ്കിൽ എനിക്ക് ബാലചന്ദ്രൻ മരിച്ച് മലർന്നു കിടക്കുന്നത് കാണണം. ഇനി കളി മാറുകയാ. ഇനി കളിയിൽ ജയിക്കാൻ നമ്മുടെ രണ്ടുപേരുടെയും ശക്തി പോരാ. ചെല്ല്, നീ ചെന്ന് കിരണിനെ വിളിച്ചോണ്ട് വാ. അമ്മ അവനോട് എല്ലാം പറയാൻ പോവാണോ? പറയുന്നത് കേക്ക് പരമേശ്വര. മറുചോദ്യം വേണ്ട. അനുസരിക്കേ. ശരിയമ്മേ. ബാലചന്ദ്ര, ഇനി ജീവനോടെ ഇരിക്കുന്ന ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞു. കാത്തിരുന്നോ നീ?